ഹലോ ഗെയ്സ്, നാട്ടിൽ നിന്ന് ഒരുത്തൻ വരാനുണ്ട്. നമ്മ കൂട്ടാൻ വേണ്ടി എയർപോർട്ടിലോട്ട് പോവുകയാണ്. ബീഫ് ഉണ്ടാവും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബീഫ് ഉള്ളതിന്റെ പേരിലാണ്ട് അവനെ കൂട്ടാൻ നമ്മ പോകണം. അല്ലാതെ ഇവനോട് നമ്മ ടാക്സി വിളിച്ച് പോരാൻ പറഞ്ഞാല് ഇനി ടാക്സി വിളിച്ച് പോരാൻ പറഞ്ഞിട്ട് ബീഫ് തന്നില്ലെങ്കിലോ ഓനെ പോയി കൂട്ടിയിട്ട് വരാൻ മതി. എന്താ നിന്റെ അഭിപ്രായം? എന്താ ഒരു പാട്ട് വരും. എന്തായാലും എയർപോർട്ട് വരെ എത്തണ്ടേ, ഒരു എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ. ഈശാമുല്ലമലരെ ഇണയായി വരുമോ, കിനാവിൻ്റെ കുടിലിൽ ഒരിടം നൽകി തരുമോ, മഹറന്നണിയിക്കാൻ വരട്ടെ ഞാൻ, നിറഞ്ഞ പിരിശത്തിൻ നിശലിൽ പണിതൊരു മഹറന്നണിയിക്കാൻ വരട്ടെ ഞാൻ. പോരെ? ഇപ്പൊ ഏകദേശം നമ്മ എയർപോർട്ടിന്റെ അടുത്ത് എത്തിയിട്ട. ഇതിപ്പോ ടെർമിനൽ എത്ര ഉണ്ട് ഇവിടെ ഓൻ വന്നേക്കണത്? ടെർമിനൽ 2. അത് ഏതൊക്കെ രാജ്യത്തെ എല്ലാ രാജ്യത്തെയും ഫ്ലൈറ്റ് ഇറങ്ങുന്നുണ്ട് അവിടെ? ടെർമിനൽ 2 ഇറങ്ങുന്ന 3-4 സൗത്തിന്റെ ഫ്ലൈറ്റ് മാത്രം. 4 സൗത്തിന്റെ ഫ്ലൈറ്റ് മാത്രം. ടെർമിനൽ 5 ഉണ്ട്. 5 ഡൊമസ്റ്റിക് അല്ലേ? ഡൊമസ്റ്റിക്. അവസാനം കൊണ്ട് കേൾക്കും. ഇതാണ് ടെർമിനല് 5. ഇതാണ് ഇവിടുന്ന് ഇനി ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട് അവിടെ? 1 കിലോമീറ്റർ ഉണ്ടാവോ? അതിന്റെ പുറത്തുണ്ട്. ഏകദേശം ഒരു 2 കിലോമീറ്റർ അടുത്തുണ്ട് ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ട്. ഫ്ലൈറ്റ് ക്രൂസ് ചെയ്യുന്ന പാലം കഴിഞ്ഞല്ലേ? കഴിഞ്ഞില്ല. ഇടക്കിട്ട് നമുക്ക് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. നമ്മ അടിയിൽ കൂടെ ഇങ്ങനെ വണ്ടി പോകുമ്പോ മുകളിലെ പാലത്തിലൂടെ ഫ്ലൈറ്റ് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നത് നമ്മൾ ഇടക്കിട്ട് കാണാറുണ്ട്. കാണാൻ പറ്റും നമുക്കറിയില്ല. ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. മറ്റുള്ള വേറെ ഏതെങ്കിലും രാജ്യത്തുണ്ട് അങ്ങനെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോണേ? അവിടെ തന്നെ ഈ പാലാണത്. ഇതാണ്ട് നമ്മളെ ഫ്രണ്ടിൽ കാണുന്ന പാലം. കാണുന്നുണ്ടോന്ന് അറിയില്ല, ഇറ്റാലിന്റെ പേരില് ഈ ഒരു പാലമാണ്. ഈ പാലത്തിന്മേൽ കൂടെയാണ് ഇങ്ങനെ ഫ്ലൈറ്റ്. തീർണ്ട് ഇങ്ങനെ പിക്ക് ചെയ്ത് പോവാണ്. ബീഫ് ഉണ്ടോന്നറില്ലേ? ബീഫില്ലാതെ റൂമിൽ കയറ്റൂല കേട്ടോ. ഞാൻ കണ്ട് ഇതാട്ടോ ഒന്ന് ഓപ്പണാകാൻ പോവാ ടെർമിനല്. ഇതാ പണിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ അടുത്ത ഇവിടെ ആയിരിക്കും പുതിയ മോഡൽ ഇറങ്ങാ. Step by step, the clock is ticking, but there's no time for me.
നാട്ടിലത്തെ പത്തിരിയും ബീഫും തിന്നിട്ട് എത്ര നാളായിട്ടുണ്ടാവും ഏകദേശം? ഒരു കൊല്ലായല്ലേ? അടിപൊളിയാ.